ഇന്ന് നമുക്കൊരു ഡൂഡിൽ ആർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കണം. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ കുറേയധികം സ്ക്വയേഴ്സ് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ സ്ക്വയേഴ്സിൻ്റെ ഓരോ സ്ക്വയേഴ്സിലും ഇതുപോലെ ഡയഗണൽസ് വരയ്ക്കണം. അതായത് സൈഡിലോട്ട് ലൈൻസ് വരയ്ക്കണം. അത് നമ്മൾ പെൻസിൽ വെച്ച് വരച്ചാൽ മതി. കാരണം നമ്മൾ പിന്നെ ഇത് എറേസ് ചെയ്ത് കളയും. അപ്പം നമ്മൾ വരച്ച അത്രയും സ്ക്വയേഴ്സിൽ ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വേണം ആ ഡയഗണൽസ് വരയ്ക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്കിത് വരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി വരച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഓരോ സ്ക്വയറിൻ്റെ ഓരോ കോർണറിൽ നിന്ന് ആ ഡയഗണൽസിലോട്ട് ഇതുപോലെ ലൈൻസ് വരയ്ക്കുക. ഈ ലൈൻസ് കണക്ട് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ എന്തോ. അതായത് നമ്മൾ ഒരു സ്ക്വയറിനകത്ത് ഡയഗണൽസ് വരച്ചിട്ടുണ്ട്. ആ ഡയഗണൽസിലോട്ട് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കോർണേഴ്സിൽ നിന്നും ആ ഡയഗണലിലോട്ട് ലൈൻസ് വരയ്ക്കുക. ഈ ലൈൻസ് പരസ്പരം കണക്ട് ചെയ്ത് ഇരിക്കണം. എങ്കിൽ ഇതുപോലെ നമുക്കൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഇതേ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സ്ക്വയേഴ്സും കൂടി ഈ രീതിയിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇത് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് സമയം ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ ഈ ഡൂഡിൽ ആർട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഡൂഡിൽ ആർട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന്. ഭയങ്കര മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വളരെ നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ ചിലർക്ക് ഇത് വരച്ച് സ്ട്രെസ്സാകും. കാരണം ഇത് തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ. പക്ഷെ ചിലർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമ്മളൊരു ഇന്നായി കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയാണ് ഈ ഒരു ആർട്ടിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മളിത് മുഴുവനും വരയ്ക്കണം. ഞാൻ ഇവിടെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തത് ജെൽ പേനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് ജെൽ പേന. അതുപോലെ തന്നെ ഈ ലൈൻസ് വരയ്ക്കാനായിട്ട് ആദ്യം ഞാനൊന്ന് സ്കെയിൽ യൂസ് ചെയ്ത്, പിന്നെ സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്കൊന്ന് വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നാലും അത് കുഴപ്പമില്ല, അത് ആദ്യം ശ്രദ്ധിക്കത്തില്ല. എനിക്കാണെങ്കിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ലൈൻസൊക്കെ ടച്ച് ചെയ്തൊക്കെ പോകുന്നുണ്ടായിരുന്നു, അടുത്തടുത്ത ലൈൻസൊക്കെ. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കാണുമ്പോൾ പെട്ടെന്ന് അത് എടുത്തറിയുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്ക് പറ്റി നമ്മൾ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കൂടുതൽ ഡാർക്കൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത്. അതൊക്കെ ചെയ്താലാണ് അത് കൂടുതലായിട്ട് വിസിബിളായിട്ട് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. നമ്മളിത് ഫുള്ള് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരച്ച ആ ഡയഗണൽസ് ഇല്ലേ, ആ ഡയഗണൽസ് അങ്ങ് എറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എറേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പാറ്റേൺ കിട്ടും. പിന്നെ ഒരു നല്ല ഇല്യൂഷൻ എഫക്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. ഞാനത് ഇവിടെ ചെയ്തിട്ടില്ല, അല്ലാണ്ടുള്ള ലുക്ക് ഞാൻ കാണിക്കാം. അല്ലാതെ തന്നെ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഡൂഡിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ പലവിധ ഡ്രോയിങ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയ്ക്കൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.